പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി എന്നാണ്. അപ്പം അത് തുടങ്ങുന്നത് താളം ഒരു അടി കഴിഞ്ഞിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നോക്കിക്കുക എങ്ങനെയാന്നുള്ളത്. പറനിറയെ കണ്ടോ, പറനിറയെ ഒരടി കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി എന്നാണ്. അപ്പം നോക്കിക്കേ, പറനിറയെ പറനിറയെ എന്നാണ്. ഇതിൽ ഒരുപാട് സംഗതികളൊന്നുമുള്ള പാട്ടൊന്നുമല്ല, നോർമലായിട്ട് നമുക്കൊക്കെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഒരുപാട് സംഗതികൾ നിറച്ചിട്ടുള്ള പാട്ടാണോ എന്നാൽ ചെറിയ ചെറിയ സംഗതികളുണ്ട്, പക്ഷെ അത് നമുക്ക് പാടിയെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ എങ്ങനെയാണ് പാടുക എന്നുള്ളത്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി എന്നാണ്. ഫസ്റ്റ് വരിയിൽ തന്നെ വലിയ വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നുമില്ല, അത്രയും ഭംഗിയായിട്ട് അത് പാടിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പറനിറയെ പറനിറയെ എ എന്നുള്ളതൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പറനിറയെ പൊന്നളക്കും പൊന്നളക്കും പൗർണമി പൗർണമി എന്നാണ്. പൗർണമി പൗർണമി എന്നുള്ളത് പൗർണമി എന്നെടുക്കണം. പൗർണമി രാവായി രാവായി എന്ന് പാടണം. ഓക്കെ, ഇനി അടുത്ത വരി. പടിഞ്ഞാറേ പൂപ്പാടം, അതുപോലെ തന്നെയാണ് പാടുന്നത്. പടിഞ്ഞാറേ പടിഞ്ഞാറേ എന്നുള്ളത് ഒന്ന് തള്ളി കൊടുക്കണം. പടിഞ്ഞാറേ റേ എന്നുള്ളതാണ് തള്ളി കൊടുക്കേണ്ടത്. പടിഞ്ഞാറേ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പടിഞ്ഞാറേ കണ്ടോ, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി എന്നാണ്. അഴകിൻ പാൽക്കടലായി പാൽക്കടലായി എന്ന് പറയണം കേട്ടോ. അഴകിൻ പാൽക്കടലായി. ക്ലിയർ ആയോ? അപ്പം അത് രണ്ട് വരികൾ ഒരുമിച്ചൊന്ന് പാടിക്കേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി